എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ പുതിയ വീട്ടിലെ ഒരു ദിവസത്തെ മോർണിംഗ് റുട്ടീനൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേൾപിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവിലും കുറച്ച് നേരത്തെ എഴുന്നേക്കണമെന്നാണ് ഞാൻ ഇന്നലെ രാത്രി വിചാരിച്ചത് കിടന്നപ്പം. പക്ഷേ നല്ല തണുപ്പാണല്ലോ, ബ്ലാങ്കറ്റൊക്കെ പുതച്ച് പ്രത്യേകിച്ച് പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ മടിയാവും കേട്ടോ. ഉണർന്നെങ്കിലും പിന്നെ ഞാനൊരു ഇത്തിരി നേരം കൂടി എന്ന് പറഞ്ഞ് കിടന്ന് 5:45 എഴുന്നേറ്റിരുന്ന് കുരിശും വരച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടി. പിന്നെ ഞാൻ കിടന്നിരുന്നത്തെ ഷീറ്റൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് വേഗം പോയി തിരി കത്തിച്ച നടയിൽ. ഞാൻ മുണ്ടമേലിലായിരുന്നപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടേ ഞാൻ തിരി കത്തിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ബാത്റൂമൊക്കെ പുറത്തായതുകൊണ്ട് തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ചെന്നിട്ട് അടുക്കളയിലെ ലൈറ്റൊക്കെ ഇട്ടിട്ടേ പിന്നെ ബാത്റൂമിലേക്ക് പോകുള്ളൂ. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നമ്മുടെ ശീലങ്ങളൊക്കെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ടി വരുമല്ലേ. എല്ലാം ഒരു നല്ല ലക്ഷ്യത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. അപ്പം ഞാൻ ബാത്റൂമിൽ പോയി വന്നു. അടുക്കളയിലെ പണികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പൊന്നൂനെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചേക്കാമെന്ന് കരുതിയിട്ട് പൊന്നൂനെ വിളിക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ അവൾ ഒരു 5 മിനിറ്റ്, എപ്പോൾ വിളിച്ചാലും ഒരു 5 മിനിറ്റ് പറയൂ കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുവാണെങ്കിൽ 2 മിനിറ്റ് പറയും. അങ്ങനെയാണ് പൊന്നു കിടക്കാറ്. അപ്പോൾ ജൂഡ്സന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വേഗം ചായ ഉണ്ടാക്കാൻ നിന്നേ. അപ്പോൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് ആദ്യം കട്ടൻ ചായയല്ല പാൽ ചായയാണ് ഉണ്ടാക്കിയത്. കാരണം ചായ വെക്കാനായിട്ട് നമ്മളൊരു സോസ് പാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഞാൻ പാൽ ചായ എടുക്കാറ്. പക്ഷേ ഇന്നലെ രാത്രി പാല് ആ സോസ് പാനിൽ തന്നെ കാച്ചി വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ പാലാണ് ഒന്നുകൂടി ചൂടാക്കിയിട്ട് പാൽ ചായ ഉണ്ടാക്കി. പാൽ ചായ ഉണ്ടാക്കിയ ശേഷം ജൂഡ്സന് വേണമെങ്കിൽ മാത്രം കട്ടൻ ചായ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പോൾ ജൂഡ്സനോട് ചോദിച്ചപ്പോഴേക്കും ജൂഡ്സൻ എന്നാൽ പോട്ടെ സാരമില്ല പാൽ ചായ കുടിച്ചോളാമെന്ന് പറഞ്ഞു. പാല് വെക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരി ഇടാനായിട്ട് വെള്ളവും കലത്തിൽ വെച്ചിട്ടുണ്ടേ. മുകളിൽ ഇരിക്കുന്ന ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം ഇവർ ഒറ്റ ടാങ്കേ ഉള്ളൂ മുകളിൽ. അതിൽ ബോർവെല്ലാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് കഴുകിയിട്ട് കുറേ നാൾ ഉപയോഗിക്കാണ്ട് കിടന്നിരുന്നത് കൊണ്ട് ഒരു കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല വെള്ളം ഉപയോഗിച്ച് കറ പോകാറാകുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് പിന്നെ അത് പാചകത്തിന് എടുക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ നമ്മൾ ആ വെള്ളം പാചകത്തിന് എടുക്കുന്നില്ല. പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റിൽ പിടിച്ച് വയ്ക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും സാരമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വെള്ളവും പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ജൂഡ്സൺ റെഡിയായിട്ട് പോവുകയാണേ മുണ്ടൻവേലിലേക്ക്. മുണ്ടൻവേലിൽ പോയി വീട്ടിൽ ചെന്ന് ചൂടുവെള്ളം ഹീറ്റർ ഉണ്ടല്ലോ, അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ചിട്ടേ ആശാൻ ജോലിക്ക് പോവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞുണ്ടല്ലോ, പൂച്ചക്കുഞ്ഞിന് ചോറോ എന്തെങ്കിലും കൊടുത്തിട്ടായിരിക്കും ജൂഡ്സൺ പോണത്. ബിസ്ക്കറ്റോ ചോറോ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ കൊടുത്തിട്ടേ പോവുള്ളൂ കേട്ടോ. അങ്ങനെ ജൂഡ്സൺ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നേ. അപ്പോൾ പൊന്നു ഫ്രഷായി പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂന് ഞാൻ ചായ കൊടുത്തായിരുന്നേ. അതിനുശേഷം പിന്നെ പരിപ്പും തക്കാളിയും കൂടി ചാറ് വയ്ക്കാമെന്ന് ഓർത്തിട്ട് വെറുതെ കടുക് പൊട്ടിച്ചിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ ചാറ് വയ്ക്കാമെന്ന് ഓർത്തിട്ട് പരിപ്പ് ആദ്യം ഞാൻ അടപ്പത്തിട്ടു. അത് കഴിഞ്ഞ് തക്കാളി അരിഞ്ഞു, 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കുക്കറിൽ വേവിക്കുവാണേ. അപ്പോൾ ആദ്യം പരിപ്പ് മാത്രമായിട്ട് വേവിക്കുകയാണെങ്കിൽ പരിപ്പ് ശരിക്കും ഉടഞ്ഞു കിട്ടും കേട്ടോ. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടാറുണ്ട്. പരിപ്പ് ഇത്തിരി വേവാൻ കുറച്ച് വേവ് കുറവായിരുന്നു, എന്നാലും പോട്ടെ സാരമില്ല എന്ന് വിചാരിച്ചേ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വാർത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണക്കക്കൊഴുവ വറുത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. പച്ചമീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല. അതുപോലെ ബീഫും ചിക്കനും ഇപ്പോഴായ പിന്നെ അവളങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. ചിക്കനാണെങ്കിൽ വല്ല കാലത്തും, ബീഫ് ഒട്ടും കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തത് അങ്ങനെ കൊണ്ടുപോകാറുണ്ടേ. അപ്പോൾ ഉണക്കക്കൊഴുവ പൂച്ചക്കുഞ്ഞിന് പൊടിക്കാൻ വേണ്ടിയിട്ട് ജൂഡ്സൺ കൊണ്ടുവന്നതാണ്. കാരണം ഞാൻ മിക്സി ഇങ്ങോട്ട് കൊണ്ടുവന്ന കാരണം. പിന്നെ ഇവിടെ മിക്സി വെക്കാനുള്ളൊരു സൗകര്യം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൊടിക്കാൻ നിന്നില്ല. അപ്പം ജൂഡ്സൺ കട്ട് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പാക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം ഞാൻ ബാക്കിയുള്ള 2 പാക്കറ്റ് നമുക്കിവിടെ വറക്കുവാണെങ്കിൽ അവൾക്ക് ചോറിന് കൊടുത്തു വിടാമല്ലോ എന്ന് കരുതിയിട്ട്. എന്തെങ്കിലും പച്ചക്കറി ഒലത്തോ അല്ലെങ്കിൽ തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാറോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഉണക്കമീനൊക്കെ വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ചോറ് കഴിച്ചോളൂ കേട്ടോ. ഫ്രിഡ്ജൊന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് കാരണം തലേദിവസം ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റൂല കേട്ടോ. ഉള്ളി റെഡിയാക്കല, പച്ചക്കറി അരിയല, തേങ്ങ ചിരകി വെക്കല ഒന്നും നടക്കില്ല. നമുക്ക് അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തേങ്ങയാണെങ്കിലും തേങ്ങ അരച്ചുള്ള പരിപാടികളൊന്നും നടക്കില്ല. കാരണം ഒരു തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർത്തില്ലെങ്കിൽ നമ്മൾ ബാക്കി വയ്ക്കുന്നത് ചീത്തയായി പോവും. ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ട് പോലും അതിലിങ്ങനെ ആ ചുമന്ന കളറ് കയറി വന്നേ. അത് വിഷാംശമാണെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു. ആദ്യം മുകളിലത്തെ ഭാഗം ചിരകി കളഞ്ഞിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു ഇത് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തേങ്ങ അരയ്ക്കാത്ത കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണത്.
അങ്ങനെ കുക്കറിൽ പരിപ്പും തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞ് അത് ഓഫാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ മീൻ വറുക്കാനായിട്ട് ചീനച്ചട്ടിയിലിട്ട് കടുക് താളിക്കാനായിട്ട് പരിപ്പിന് കടുക് താളിക്കാനായിട്ട് അപ്പുറത്ത് ഉള്ളിച്ചട്ടിയും വെച്ചിട്ടാണ്. അങ്ങനെ അത് രണ്ടും ഒപ്പമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നിട്ടാണ് ഈ ചെയ്യുന്നത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കാഴ്ചയ്ക്കൊരു ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അതുപോലെ ഈ ഉള്ളിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടിപ്പോകുമല്ലോ, ഒരു 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 വാട്ടമണം വരും ഈ ഉള്ളിക്കും ഇഞ്ചിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേദിവസം ഒന്നും റെഡിയാക്കി വെച്ചില്ല, അപ്പം തന്നെയാണ് അരിഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഉണക്കമീൻ വറുത്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഉള്ളി മുളകൊക്കെ മൊരിയിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മറ്റേ പരിപ്പ് കറിയിൽ കടുകും പൊട്ടിച്ചിട്ടിട്ടാണ്. ഇങ്ങനെ കറി വയ്ക്കുമ്പം മുളകും മഞ്ഞൾപ്പൊടിയൊന്നും ആദ്യം ഇടാതെ ഉള്ളി കാച്ചുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മുളക് മരിച്ചിടുകയും ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഒപ്പം ഒരുമിച്ച് വേവിച്ച ശേഷം കടുക് പൊട്ടിച്ചിടുക, അല്ലെങ്കിൽ കടുകും ഉള്ളിയും വേപ്പിലയും കൂടി മാത്രമായിട്ട് മൊരിച്ചിടുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് സമയമില്ലാത്ത കാരണം എല്ലാം ചടപടയെന്ന് പറഞ്ഞ് മനസ്സിൽ തോന്നണ പോലെ അങ്ങോട്ട് ചെയ്യുമായിരുന്നു. ഞാനിത് ചെയ്ത് വരുമ്പോഴേക്കും പൊന്നു കുളിക്കാൻ പോയി, അവൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി വന്നേ. അപ്പോഴേക്കും കഴിക്കാൻ എന്താണ് മമ്മ എന്ന് ചോദിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ ബ്രെഡും ഓംലെറ്റും കൂടി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ഉണക്കമീൻ വറുത്തിട്ട് അവൾക്ക് ലഞ്ച് പാക്ക് ചെയ്യാനുള്ളത് മാത്രമായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ചൂടാറാനായിട്ട് എടുത്തു വെച്ചേ. ബാക്കിയുള്ളത് മൂടി വെച്ചിട്ടാണ്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ സീമയുടെ അടുത്തൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയില്ല, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് എടുക്കാമല്ലോ. അതുപോലെ പരിപ്പ് കുറച്ചും കൂടി വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് താളിച്ചിട്ടത്. എന്നിട്ട് കുക്കറിൽ ഒന്നും കൂടി ഒരു 2-3 വിസിലും കൂടി കേൾപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ കറി എടുത്തത്. അപ്പം അതും ഒരു പാത്രത്തിലേക്ക് ഞാൻ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഞാൻ ചോറ് അവളുടെ ടിഫിൻ ബോക്സിലേക്ക് ആക്കിയിട്ട് അതും ചൂടാറാനായിട്ട് ഞാൻ ഒരുമിച്ച് കൊണ്ടേ ഹോളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കസേരമേലാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡിന് ബുൾസൈ ഉണ്ടാക്കി. 2 മുട്ട എടുത്തിട്ട് കുരുമുളക് പൊടി ഇട്ട് മറിച്ചിട്ട് ഞാൻ വേവിക്കും കേട്ടോ മുട്ട. പണ്ട് അങ്ങനെ മറിച്ചിട്ട് വേവിക്കൂലായിരുന്നു, ബുൾസൈക്ക് ഒരു വശം മാത്രമേ മൊരിക്കുള്ളായിരുന്നു. പക്ഷേ ഈ ചൈന മുട്ടയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ സമയം മുതൽ 2 വശവും മറിച്ചിട്ട് വേവിക്കൂട്ടോ. ചൈന മുട്ടയെന്ന് പറയാൻ കാര്യം വേറെ ഒന്നുമില്ല, പണ്ട് നമ്മൾ മുട്ട വാങ്ങിക്കുമ്പോൾ ഒരു ഇത്തിരിയല്ലേ ഉണ്ടാവുള്ളൂ മുട്ട വെന്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ വാങ്ങിക്കുന്ന മുട്ടകൾ ഏതാണ്ട് ഈസ്റ്റ് ഇട്ട പോലെ അങ്ങ് വീർക്കും. ഒരു മുട്ടയും ഒരു സവാളയും ഒരു പച്ചമുളക് 1-2 പച്ചമുളക് ഇട്ടാലും ഒരു ചട്ടി നിറച്ച് പൊന്തി അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈന മുട്ടയെന്ന് കേട്ടോ. സത്യമാണോ അല്ലയോ എന്നൊന്നും അറിഞ്ഞില്ല, പക്ഷേ എന്തോ ഒരു ഗഡബഡുണ്ട് അല്ലേ, എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ്. അതേ ചട്ടിയിൽ തന്നെ ആകുമ്പോഴേക്കും ഒരു സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ ബ്രെഡ്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ബ്രെഡാണ് നമ്മൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് രാവിലത്തേക്ക് എടുത്തതാണ് കേട്ടോ. അവൾക്ക് കൊടുത്തത് മുഴുവൻ അവൾ കഴിച്ചില്ല കേട്ടോ. ആകെ 2-2.5 പീസ് ബ്രെഡേ അവൾ കഴിച്ചോളൂ. പിന്നെ ബാക്കിയുള്ളത് ഞാനാണ് കഴിച്ചത്. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അത് കഴിച്ചത്. അപ്പോൾ അവളത് കഴിക്കണ നേരം കൊണ്ട് ഞാൻ കറികളൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ബോക്സിലേക്ക് ആക്കിയിട്ടാണ്. അപ്പോൾ അവൾ കറി കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ ടിന്നിലാണേ. അപ്പം നല്ല ചൂടോടുകൂടി ഞാൻ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലേക്ക് കറി ഇടാറില്ല. നല്ലപോലെ ചൂടാറ്റിയ ശേഷം, ഒരുവിധമെങ്കിലും ചൂടാറ്റിയ ശേഷമാണ് ഞാൻ അതിലേക്ക് പകർത്താറ്. പിന്നെ ഇത് നന്നായിട്ട് മൂടിക്കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വയ്ക്കാറാണ് പതിവ് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് വന്ന ശേഷം അധികം പ്ലാസ്റ്റിക് കവറൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വെള്ളവും എടുത്തു കൊടുത്തു. വെള്ളം ഞാൻ ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. മാറിയിട്ട് തിളപ്പിക്കുവേ. ജീരകം അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, ഗ്രാമ്പൂ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ മിക്കവാറും ഗ്രാമ്പൂ ഇട്ടിട്ടായിരിക്കും ഞാൻ തിളപ്പിക്കുന്നത്. 1-2 ഗ്രാമ്പൂ ഇട്ട് വെള്ളം തിളപ്പിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ച ശേഷം പൊന്നു പ്രാർത്ഥിച്ച് പോകാനിറങ്ങി. അപ്പോൾ സൈക്കിൾ അകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ സൈക്കിൾ ഞാൻ പുറത്തോട്ട് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തു. അങ്ങനെ ദേ അവൾ റെയിൻകോട്ട് ഇട്ടില്ല കേട്ടോ. മഴ ചാറുന്നുണ്ടായിരുന്നു, എങ്കിലും റെയിൻകോട്ട് ഇടണില്ല. പിന്നെ ഇടാമെന്നും പറഞ്ഞ്, കൂടുവാണെങ്കിൽ ഇടാമെന്നും പറഞ്ഞ് അങ്ങനെ പോയേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു.